എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വീഡിയോസൊക്കെ ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ഞാൻ ചെയ്യുമ്പോൾ ആ കുറവുകൾ പരിഹരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കിടിലം പ്രീമിയം ഐറ്റമായിട്ടാണ്. അപ്പോൾ പ്രീമിയം ഐറ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, പ്രീമിയം കാറുകളിൽ കണ്ടുവരുന്ന ഒരു ഓപ്ഷനാണ് ക്രൂസ് കൺട്രോൾ. അപ്പോൾ ഈ ക്രൂസ് കൺട്രോൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് സ്പീഡ് റെഗുലേറ്റർ, രണ്ടാമത്തേന്ന് പറയുമ്പോൾ സ്പീഡ് ലിമിറ്റർ. അപ്പോൾ ഈ രണ്ടിൻ്റെ ആക്ടിവേഷനും ഡീആക്ടിവേഷനും ഇതെങ്ങനെ നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാം, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സ്പീഡ് റെഗുലേറ്റർ ഓൺ ആക്കാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സ്പീഡ് റെഗുലേറ്റർ ഓൺ ആക്കാനായിട്ട് നമുക്ക് ആദ്യം ഓൺ ആക്കേണ്ടത് ഈ സ്വിച്ചാണ്. വണ്ടി റണ്ണിങ്ങിൽ നമുക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഈ സ്വിച്ച് ഓൺ ആക്കാം. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഗ്രേ കളറിൽ ഒരു മീറ്ററിൻ്റെ മീറ്ററിൻ്റെ എംബ്ലം വന്നിട്ടുണ്ട്. അവിടെ km/h എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അത് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ പോയിട്ട് ഇതിൽ സെറ്റ് അടിക്കാം. സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്താം. സെറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ തന്നെ ആ ഗ്രേ കളർ എന്നുള്ളത് ഗ്രീൻ കളറായിട്ടുണ്ടാവും. അവിടെ 55 km സ്പീഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്റർ ചവിട്ടാണ്ടാണ് നമുക്ക് പോണത്, വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല മൈലേജും കിട്ടും, പിന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാനും പറ്റും. പിന്നെ ആകെയുള്ളൊരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിങ്ങുമേയും ബ്രേക്കുമേയും നല്ല കൺട്രോൾ വേണം. അതില്ലാന്നുണ്ടെങ്കിൽ വണ്ടി എല്ലായിടത്തും ചെന്ന് കയറുകയും ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ദോഷം. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു 5 മീറ്ററിനുള്ളിൽ വേറെ ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ഔട്ടും. അതാണ് ഈ വണ്ടിക്കുള്ള ഏറ്റവും പ്രത്യേകത. പക്ഷേ എല്ലാ വണ്ടികൾക്കും ഈ ഓപ്ഷൻ ഇല്ല, ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. മീൻസ് അതെന്ന് വെച്ചാൽ പ്രത്യേകം പൈസ കൊടുത്തിട്ട് പേ ചെയ്ത് അപ്ലൈ ചെയ്തേക്കണ ഒരു പെയ്ഡ് ഓപ്ഷനാണത്. അപ്പോൾ ഇതാണ് സ്പീഡ് റെഗുലേറ്റർ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോട്ടിൽ കൂടെ സിമ്പിളായിട്ട് സ്പീഡ് റെഗുലേറ്റർ ഓൺ ആക്കിയിട്ട് നമുക്ക് ആക്സിലേറ്റർ ഔട്ടാണ്ട് സ്റ്റിയറിങ്ങും ബ്രേക്കും കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി വരുന്നത് സ്പീഡ് ലിമിറ്ററാണ്. സ്പീഡ് ലിമിറ്റർ ഓൺ ആക്കാനായിട്ട് സെയിം സിസ്റ്റം തന്നെ ഈ സ്വിച്ച് തന്നെയാണ് ഓൺ ആക്കേണ്ടത്. ഓൺ ആക്കി കഴിയുമ്പോൾ അവിടെ ഗ്രേ കളറിൽ ഒരു മീറ്ററിൻ്റെ ഇത് വന്നു. അത് വന്നതിന് ശേഷം നമുക്ക് ഈ എംബ്ലം ഈ കാറിൻ്റെ എംബ്ലം ഓൺ ആക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡ് ലിമിറ്റർ സെലക്ട് ചെയ്യണം. അത് ഈ ഏരോ കീസ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എഴുതി കാണിക്കും സ്പീഡ് ലിമിറ്റർ. അപ്പോൾ ആ മീറ്ററിൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ LIM എന്ന് പറഞ്ഞ് കാണിച്ചേക്കണം കാണാം. അതായത് ലിമിറ്ററിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സെറ്റ് എന്നുള്ള ബട്ടൺ അമർത്താം. സെറ്റ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിയുമ്പോൾ അവിടെ പച്ച കളറാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പരിധി നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് 50 ഈ റോഡിലെ സ്പീഡ് ലിമിറ്റ് എങ്കിൽ 50 എന്നുള്ള സ്പീഡ് സെലക്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ ചവിട്ടി നോക്കി കഴിഞ്ഞാൽ ഞാൻ ഫുൾ ആക്സിലേറ്റർ ചവിട്ടുണ്ട്, പക്ഷെ വണ്ടി 50 നീങ്ങുന്നില്ല. അപ്പോൾ ഇതാണ് സ്പീഡ് ലിമിറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗുണമുള്ള സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 km സ്പീഡുള്ള ഒരു റോട്ടിൽ കൂടെ നമ്മൾ പോണ്. അപ്പോൾ അവിടെ പോലീസുകാരുണ്ടാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് 50 എന്നുള്ള സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ധൈര്യമായിട്ട് 50 തന്നെ പോവാം. 1 km പോലും കൂടാതെ 50 തന്നെ പോവാം. നമുക്ക് ഫൈൻ അടയ്ക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതും എല്ലാ വണ്ടികൾക്കും ഇല്ല, ചില വണ്ടികൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇതും ഒരു പെയ്ഡ് ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോക്സ്വാഗൺ പോളോയുടെ 2017 മോഡൽ വോക്സ്വാഗൺ പോളോൻ്റെ സ്പീഡ് റെഗുലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഇതിൽ സ്പീഡ് റെഗുലേറ്റർ മാത്രമേ ഉള്ളൂ, സ്പീഡ് ലിമിറ്റർ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്ററിന് നമ്മൾ പ്രത്യേകം ക്യാഷ് പേയ്മെൻറ്റ് നടത്തി ആക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമായ കാരണം ഞാൻ ഇതിൽ സ്പീഡ് ലിമിറ്റർ ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്പീഡ് റെഗുലേറ്റർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ടിക്രോസിൽ കണ്ട പോലെ തന്നെ ഇതിലും സെയിം തന്നെയാണ്. ഒരു സ്വിച്ച് ഉള്ളൂ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. ആ സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മീറ്ററിൽ കാണാൻ പറ്റും ഒരു മീറ്ററിൻ്റെ എംബ്ലൊക്കെ വന്നിട്ട് km/h എന്നൊക്കെ എഴുതിയിട്ട്. അത് കഴിഞ്ഞിട്ട് സെറ്റ് അമർത്തുമ്പോൾ നമ്മുടെ പച്ച കളർ കത്തും. പച്ച കളർ കത്തിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. ആക്സിലേറ്റർ ചവിട്ടണ്ട, ബ്രേക്കുമേ സ്റ്റിയറിങ്ങുമേ കൺട്രോൾ മതി. കണ്ടില്ല, ആക്സിലേറ്റർ ചവിട്ടാണ്ടാണ് വണ്ടി പോകുന്നത്. 59-60 km സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമാണ് ക്രൂസ് കൺട്രോൾ. നല്ല വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ച് സുഖമായിട്ട് വീട്ടിലോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും.
അതേപോലെ എല്ലാ വണ്ടികൾക്കും ഇതേപോലെ സ്വിച്ച് ആയിരിക്കില്ല. നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലിവർ പോലത്തെ ലിവറുമ്മ ഒരു സ്വിച്ചും ലിവർ മുകളിലോട്ടും താഴോട്ടും നീക്കുമ്പോൾ മാറുന്ന സിസ്റ്റം ആയിരിക്കുള്ളൂ.